മാലി ഉപപ്രധാനമന്ത്രിയും മന്ത്രിയുമടക്കം വംശീയപരമായ ഒരു പരാമർശം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും എതിരെ നടത്തിയതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ ഉയരുകയും ഇന്നലെ മാത്രം 2500 ഫ്ലൈറ്റ് ടിക്കറ്റുകൾ മാലിയിലേക്കുള്ളത് റദ്ദാക്കപ്പെടുകയും റൂമുകൾ ബുക്ക് ചെയ്ത് റദ്ദാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ അപകടം മണത്ത മാലി ഈ രണ്ട് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും അതിൽ കാര്യങ്ങൾ ഒതുങ്ങിയില്ല. ഈസി മൈ ട്രിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം രംഗത്തെ ട്രാവൽസ് അവരുടെ ബുക്കിങ്ങുകളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു. നിലവിൽ ബുക്ക് ചെയ്തതെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് മാലിക്കെന്ന് മാലിയും തിരിച്ചറിയുന്നു. മാലിയുടെ മുൻ മന്ത്രി അഹമ്മദ് മഹ്ലൂഫ് പറയുന്നത്, ഇന്ത്യയെ വെറുപ്പിച്ചാൽ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ രോഷം പിടിച്ചു വാങ്ങിയാൽ മാലി അതോടുകൂടി തകരും. ഇന്ത്യയുടെ കാരുണ്യത്തിൽ മാത്രമാണ് മാലിയുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന് അഹമ്മദ് മഹ്ലൂഫ് പറയുന്നു. അതുകൊണ്ട് താൻ ഈ പറഞ്ഞവർക്ക് വേണ്ടി താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും 26% മാലിയിലെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം. ടൂറിസം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ്. അതിൽ 16% ഇന്ത്യക്കാരാണ് ഈ ടൂറിസത്തിലൂടെ മാലിക്ക് നൽകുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം മാലിയിലും ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് മാലിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം, മുൻപ് മാലി പിടിച്ചെടുക്കാനായി ചില ഭീകര സംഘടനകൾ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുകയും മാലിയെ രക്ഷിക്കുകയും ചെയ്ത ഒരു ചരിത്രം കൂടിയുണ്ട്. ഏതായാലും മാലിക്ക് ഇന്ത്യയെ മറന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്നലത്തെ മഴയത്ത് കുരുത്ത ചില തകരകളായ മന്ത്രിമാർ ഇത്തരത്തിൽ പറയുമ്പോൾ മാലിക്ക് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യം. ഏതായാലും മാപ്പ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് പുതുമയുള്ളതല്ല. പ്രധാനമന്ത്രിക്കെതിരെ പലവട്ടം ഇന്ത്യയിൽ തന്നെ പലരും പലതും പറയുകയും പിന്നീട് മാപ്പുമായി രംഗത്തെത്തുകയും ചെയ്ത കാഴ്ചയുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ മാലി അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരുടെയും ആഹ്വാനമില്ലാതെ, ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. ആ ആഹ്വാനമില്ലാതെ തന്നെ വലിയ രീതിയിൽ ബോയ്ക്കോട്ട് ഹാഷ്ടാഗുമായി എത്തിയിരിക്കുന്നു. ഇത് മാലിക്ക് മറികടക്ക പ്രയാസകരമാണ് എന്ന് മുൻമന്ത്രി അഹമ്മദ് മഹ്ലൂഫ് പറയുന്നു. കാരണം ഇത് ഏത് രീതിയിലാണ് രോഷം ശമിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ ഹാഷ്ടാഗ് മുൻപോട്ട് പോവുകയാണെങ്കിൽ മാലിയുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.